അമ്മേ, എൻ്റെ ആളുകളല്ല എൻ്റെ പക്ഷത്തെ നിൽക്കും. പോലീസ് എന്നെ ടാർഗറ്റ് ചെയ്താൽ ഞാൻ തമ്പിയുടെ കൊലക്കുറ്റം അങ്കിളുടെ തലയിൽ വെച്ചു കൊടുക്കും. രക്ഷപ്പെടാൻ അതേ ഉള്ളൂ മാർഗമെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. ആ സമയത്ത് അമ്മ മലക്കം അറിയട്ടെ. ചന്ദ്രേട്ടനെ തനിച്ചാക്കി കുറ്റം മുഴുവൻ ആ തലയിൽ കെട്ടിവെക്കാന്നോ? അങ്ങനെയൊന്നും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വേറെ വഴിയില്ലെങ്കിൽ. ഹരി, നീ ചുമ്മാ അമ്മയെ പേടിപ്പിക്കാതെ. എല്ലാം പിടിവിട്ടു പോയോ? അറിയില്ല. ശിവജിയുടെ പ്ലാൻ എന്താണെന്ന് നോക്കാം. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒരു കാര്യം അമ്മ എപ്പോഴും ഓർത്തോളണം. ചന്ദ്രമോഹൻ അങ്കിളും കുഞ്ഞമ്മയുടെ മക്കളും കൂടി നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ നടത്തിയ പ്ലാനിങ്ങിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രം. അന്വേഷിക്കുന്നുണ്ട് മോളെ. മേം സാബ് എവിടെ? നമസ്തേ മേം സാബ്. സുഖമായിരിക്കുന്നു ബഹൻ. ശിവജി ഇരിക്കും. ശിവജി പോയ കാര്യം എന്തായി? നമുക്ക് നിർണായകമായ പല വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് ബഹൻ. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയാമോ ശിവജി? കൃത്യമായി പറയാറായിട്ടില്ല മേം സാബ്. സാബിനെ ഉപദ്രവിക്കാൻ പ്ലാൻ ഇട്ടതും ഉപദ്രവിച്ചതൊന്നും കൽപ്പനയല്ല മേം സാബ്. വേറെ ആളുകളാണ്. സാബിന്റെ ബന്ധുക്കൾ തന്നെയാണ് മേം സാബ്. ചേച്ചിയിലും ദേവരാജനും. അവർക്ക് സഹായത്തിന് വേറെ 2 പേരുണ്ടായിരുന്നു, ഹരീഷും ചന്ദ്രമോഹനും. സാബിനെ കൊല്ലാൻ തന്നെയായിരുന്നു അവരുടെ പ്ലാൻ. നരേന്ദ്രൻ തമ്പിയെ കൊല്ലേണ്ട കാര്യം എന്താ ഇവർക്ക്? ജയശീലിന്റെ ദേവരാജന്റെ ഉദ്ദേശം വ്യക്തമല്ലേ ബഹൻ? സാബില്ലാതായാൽ സ്വത്ത് മുഴുവൻ അവരുടെ നിയന്ത്രണത്തിൽ വരും. മേം സാബിനെയും ശീതലിനെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലും ചോദിക്കാനും ആരും ഉണ്ടാവില്ല. ഒടുവിൽ അതുതന്നെയാണല്ലോ സംഭവിച്ചത്. വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുമായിരുന്നു. പക്ഷേ ബന്ധുക്കളല്ലേന്ന് വിചാരിച്ച് കരുണ കാണിച്ചതാ. സുധേച്ചിയുടെ മകനും ആങ്ങളെയും
ഇതിലെങ്ങനെ വന്ന് പെട്ടു? നരേന്ദ്രൻ തമ്പിയുമായിട്ട് അവർക്കെന്താ ബന്ധം? അവർക്ക് 1.5 കോടി രൂപയുടെ ലാഭമുണ്ടാവുമെന്ന് പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങളൊന്നും വിക്രമൻ അറിഞ്ഞുകൂടാ. അവൻ അറിയാവുന്ന സത്യങ്ങളൊക്കെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കടം കയറി നിൽക്കക്കള്ളിയില്ലാതായപ്പോ പാലപ്പടിക്കൽ തറവാടിന്റെ പ്രമാണം പോലും പണയപ്പെടുത്തി അദ്ദേഹത്തോട് കടം വാങ്ങിയതാ 1.5 കോടി. ഓ, അങ്ങനെ വരട്ടെ. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ആ പണം ഇളവ് ചെയ്യാമെന്ന് ചേച്ചിയിലും ദേവരാജിനും സമ്മതിച്ചു കാണും. ഇവരിൽ ആരാ നരേന്ദ്രൻ തമ്പിയെ? നേരിട്ട് ഇവരാരൊന്നും ചെയ്തിട്ടില്ല. ഹരീഷ് കണ്ണൂരിൽ നിന്ന് യതി എന്നൊരു വാടക കൊലയാളിയെ വരുത്തി. 2 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു. 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. ബന്ദിപ്പൂരിൽ വെച്ച് സാബിനെ വകവരുത്താനായിരുന്നു അവരുടെ പരിപാടി. സാബിനെ പിന്തുടർന്നു ചെന്ന് ബന്ദിപ്പൂരിനും ബാസലാവാടിക്ക് ഇടയിൽ വെച്ച് യതി സാബിനെ ആക്രമിച്ചു. പ്രതീക്ഷിക്കാത്ത ആക്രമണമായതുകൊണ്ട് സാബ് വീണുപോയിരിക്കാം. എന്തായാലും അവസാനമായി ഹരീഷിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് യതി സാബിന്റെ ഫോൺ കൊടുത്തു. ഹരീഷ് സാബിനോട് സംസാരിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. സാബിനെയോ യതിയെയോ പിന്നീട് ആരും കണ്ടിട്ടില്ല. നരേന്ദ്രൻ തമ്പി മരിച്ചു എന്നതിന് ഉറപ്പൊന്നുമില്ല, അല്ലേ ശിവജി? ഇല്ല ബഹൻ. അതുപോലെ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്നതിനും തെളിവൊന്നുമില്ല. തെളിവുകൾ നമ്മൾ കണ്ടെത്തണം. കബനിയിൽ നിന്നും കിട്ടിയ ഡെഡ് ബോഡി നരേന്ദ്രൻ തമ്പിയുടേതാണെന്നല്ലേ പോലീസും വിശ്വസിക്കുന്നത്? ബോഡി തിരിച്ചറിയാൻ കഴിയാതായിരുന്നല്ലോ. വസ്ത്രവും ആഭരണവും മാത്രം കണ്ട ജയശീലിനെ ഐഡന്റിഫൈ ചെയ്തത്. അത് തന്നെ വ്യക്തമായൊരു തെളിവല്ലേ ശിവജി? അല്ല ബഹൻ, ബോഡി കിട്ടിയത് 50-60 കിലോമീറ്റർ ദൂരെയുള്ള കബനിയിൽ നിന്നാണ്. സാബ് കൊല്ലപ്പെട്ടെങ്കിൽ ശരീരം അത്രയും ദൂരം കൊണ്ടുപോകേണ്ട ആവശ്യം അവർക്കില്ല. തന്നെയുമില്ല, കൊലപാതകം കൽപ്പനയുടെ തലയിൽ വെച്ച് കെട്ടാനാണ് ഹരീഷ് സംഘവും പ്ലാൻ ചെയ്തിരുന്നത്. ആ നിലയ്ക്ക് ബോഡി അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. മരിച്ചത് അദ്ദേഹം അല്ല ശിവജി, അതെനിക്ക് ഉറപ്പാ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. സാബിന് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ആദ്യം യതിക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. അവനിപ്പോഴും ജീവനോടെ ഉണ്ടോന്ന എന്റെ സംശയം. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഹരീഷ് സംഘവും യതിയെ വകവരുത്തി കാണുമെന്നാണോ ശിവജിയുടെ സംശയം? അങ്ങനെയല്ല ബഹൻ. അവന്മാരത് ചെയ്തിരുന്നുവെങ്കിൽ വിക്രമൻ എന്നോട് സത്യം പറയുമായിരുന്നു. പക്ഷേ ബാക്കി 1 ലക്ഷം രൂപ വാങ്ങാൻ യതി എത്തിയില്ലെന്നുള്ളത് സത്യമാണ്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് ആ പണം വാങ്ങാതിരിക്കില്ല. ജീവനോടുണ്ടെങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണം ശിവജി. അദ്ദേഹത്തിന്റെ ജീവന് വില പറഞ്ഞവനല്ലേ. ഭൂമിക്ക് മുകളിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഞാൻ അവനെ മേം സാബിന് മുമ്പിൽ കൊണ്ട് നിർത്തിത്തരും. പക്ഷെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഇപ്പോഴും നമുക്ക് ഉത്തരവില്ലല്ലോ ശിവജി. ആ ഉത്തരം നമ്മൾ കണ്ടെത്തണം ബഹൻ.
ഇതുവരെ എത്തിയില്ലേ? ഇല്ല. ഛേ, ഹലോ, നീ എവിടം വരെയായി? ഹാ, ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തുണ്ട്, പെട്ടെന്ന് വാ. അവൻ നമ്മളെ ഒറ്റുകൊടുത്ത് കാണും ഹരീഷേ. എങ്കിൽ പിന്നെ അവൻ നമ്മുടെ മുമ്പിൽ വരാൻ ധൈര്യം കാണിക്കില്ല. ശിവജിയല്ലേ, ചങ്ക് തുറന്നായാലും അവൻ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുക്കും. അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞെന്നാ ശിവജി പറഞ്ഞത്. അതാ എനിക്ക് പേടി. അവൻ ശിവജിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളം പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തായാലും അവൻ വരട്ടെ, അപ്പൊ അറിയാലോ എന്താ സംഭവിച്ചത്. വിക്രം, ഹാ, ഇവിടെ നോക്ക്. എവിടെയായിരുന്നു നീ? എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത്? പറയടാ. അവന്മാരെന്നെ ബലമാറ്റി പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോയി. അതൊക്കെ മനസ്സിലായി. നീ അവരോടെന്തെങ്കിലും വിട്ടു പറഞ്ഞോ? പറയടാ. ഒന്നും പറയാതെ ഞാൻ കുറെ സമയം പിടിച്ചു നിന്നു. പക്ഷെ ആ ശിവജി എന്നെ കൊന്നുകളയും തോന്നിയപ്പോ നീ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് വേഗം പറഞ്ഞു തുലക്കടാ. മറ്റവള് വെല്ലുവിളിച്ച പോലെ ഞാൻ ഉടനെ കഴുമരത്തെ കയറേണ്ടി വരുമോ? തമ്പിയെ നമ്മളെല്ലാരും കൂടിയാ കൊല്ലാൻ ശ്രമിച്ചതെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാം നീ ഒറ്റുകൊടുത്തു അല്ലടാ? ആരും പറഞ്ഞു ഹരീഷേ, ആ ശിവജിയുടെ ഇടി അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. എന്റെ വായിലെ പല്ലെല്ലാം ഇളകി ഞാൻ ചത്തുപോകുന്നു കരുതിയതാ. അതായിരുന്നടാ ഇതിനേക്കാൾ ഭേദം. പിന്നെന്തൊക്കെ പറഞ്ഞടാ നീ? പിന്നെ പറടാ, പറയാൻ. പറയടാ, പിന്നെ പറയടാ. പുനലൂർ കാർ ആക്സിഡന്റ് നമ്മുടെ ഗൂഢാലോചനായിരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ? ഡ്രൈവർ മരിച്ച കേസല്ലടാ അത്, കൊലക്കുറ്റമാ. വിക്രമ, നീ അടക്കം നമ്മളെല്ലാം ആ ഒരൊറ്റ കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ ശിവജി എന്റെ മുഖം ഇടിച്ച് തകർത്തേനെ. നിനക്ക് എന്തിനാടാ ഇനി മുഖം? നീ ഞങ്ങളുടെ പേരും പറഞ്ഞു കൊടുത്തു. തമ്പിയുടെ കാർ കേടാക്കിയത് ഞാനും സത്യനും കൂടെ അല്ലേ? ഇടാ, ഞാനും ദേവനുമാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് നീ പറഞ്ഞോ? അത് സമ്മതിക്കേണ്ടി വന്നു. തമ്പിയുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടിയാ അത് ചെയ്തതെന്ന്. പറഞ്ഞില്ലെങ്കിൽ അവര് പറയിപ്പിക്കും ജയിച്ചില്ല. വിജയകൃഷ്ണനെ കൊന്ന കാര്യം പറഞ്ഞോടാ നീ? ഇല്ല, അത് മാത്രം പറഞ്ഞില്ല. അവര് ചോദിക്കാൻ മറന്നു കാണും. ചോദിച്ചില്ല. ചോദിച്ചിരുന്നെങ്കിൽ നീ അതും പറഞ്ഞേനെ അല്ലടാ? അതുമാത്രം പറയത്തില്ലായിരുന്നു. നമ്മൾ നേരിട്ട് ചെയ്ത കൊലപാതകമല്ലേ. തമ്പിയെ കൊന്നത് എതിയായതുകൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ലാന്ന് തോന്നി. ഹരീഷ്, എന്തായാലും വന്നത് വന്നു. തമ്പിയെ കൊന്ന കുറ്റത്തിന് നമ്മളെ ചാർജ് ചെയ്യാൻ ഒരു പോലീസിനും പറ്റില്ല. കോടതി ചെല്ലുമ്പോൾ നമുക്കെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല. പിന്നെ കാർ ആക്സിഡന്റ്, അതും കോടതി ചെല്ലുമ്പോൾ കുറ്റം നിഷേധിച്ചാൽ മതി. ഒറ്റ സാക്ഷികളുമില്ല. നല്ലൊരു വക്കീലിന് നിഷ്പ്രയാസം ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിനി വളരെ സൂക്ഷിക്കണം ഹരീഷ്. ആ ശിവജി പേ പിടിച്ച പട്ടിയെ പോലെ നടക്കുക.
അവനെ തട്ടണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെയെല്ലാം വേരോടെ പിഴുതുകളയും. പാലപ്പടിക്കലുമുണ്ട് നിന്നെപ്പോലൊരു മിടുക്കിക്കുട്ടി. ദീപമോൾ. അവിടെ അവളാ എനിക്ക് മരുന്നൊഴിച്ചു തരുന്നത്. ഈ ഗ്ലാസ്സിലെ കുടിച്ചോ. ഇതില് മധുരം കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോ അരിഷ്ടം കഴിച്ചതേ ഉള്ളൂ. ഇനി ലേശം കഴിയട്ടെ. ഇതെടുത്ത മേശപ്പുറത്തേക്ക് വെച്ചോ മോളെ. ഇത് മോൾക്കുള്ളതാ. ഈ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി അമ്മോ? 18 തികഞ്ഞിട്ടില്ല. അപ്പോ നമ്മുടെ ദീപമോളേക്കാ പ്രായമുണ്ടല്ലേ? പിന്നെ ദീപമോൾക്ക് 15 ഉള്ളൂ. ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ അമ്മോ? ഞാനും അത് ചോദിച്ചു അമ്മേ. പ്രായം ഇത്രയല്ലേ ആയുള്ളൂ. ഉടനെ എന്തായാലും കല്യാണം കഴിപ്പിച്ചയക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും വിട്ട് എന്തെങ്കിലും പഠിപ്പിക്കണം. പെൺകുട്ടിയല്ലേ, എത്ര പഠിക്കുന്നോ അത്രയും നല്ലത്. പഠിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞാ മതിയോ? അതിനുള്ള വഴി നോക്കണ്ടേ? മുത്തശ്ശി, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളെ പഠിപ്പിക്കാൻ അയക്കുന്നത് ഒട്ടും സേഫ് അല്ല. കോളേജിലായാലും ശരി, മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ശരി, ഇവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ബോഡി ഗാർഡുകളെ വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തോക്കും ബോംബും ഒക്കെ ആയിട്ട് വന്ന് ഇവളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. എവിടെയെങ്കിലും ബോർഡിങ്ങിൽ നിർത്തണം. അതൊക്കെ പിന്നെ ആലോചിക്കാം മുത്തശ്ശി. ഇപ്പൊ ഇവൾക്ക് ഞാൻ കൂടെ ഉണ്ടായാലേ പറ്റൂ. സുദേച്ചിയാ? ഹലോ സുദേച്ചി. എന്റെ നമ്പറൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? എല്ലാ നമ്പരും ഇല്ല, അത്യാവശ്യം ചില നമ്പരൊക്കെ അറിയാം. എന്റെ ഏതൊക്കെ നമ്പറുകളാടി നിനക്ക് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അല്ല, സുദേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിന്റെ അതിഥി മന്ദിരമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? അംഗസംഖ്യ കുറവാണെങ്കിൽ പറഞ്ഞാ മതി. ഞാനും അവസാനം നിന്റെ അടുക്കള വാതിലിൽ തെണ്ടിക്കേറി വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണല്ലേ നീ? ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു തിരിച്ചടി കിട്ടണ്ടേ? സുദേച്ചി പേടിക്കണ്ട. പാലപ്പടിക്കൽ ബന്ധുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയല്ല ഇവിടെ. മരുന്ന്, ഭക്ഷണം, വസ്ത്രം, കട്ടിൽ, തലയിണ, പുതപ്പ് എല്ലാം കൊടുക്കും. നല്ല പരിചരണവും കൊടുക്കും. ആവശ്യം വരുമ്പോ ഇങ്ങോട്ട് വരാൻ മടിക്കണ്ട സുദേച്ചി. എന്റെ പട്ടി വരും നിന്റെ പടിവാതിൽക്കൽ കൈ നീട്ടി. എടി, അതിനേക്കാൾ എത്ര ഭേദമാടി ആത്മഹത്യ. അതും പരാജയപ്പെട്ട് കഴിയുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അവളവിടെ ഉണ്ടോടി അമ്മു? ഉണ്ടെങ്കിൽ അവൾക്ക് ഫോൺ കൊടുക്ക. എനിക്ക് അവളോടാ സംസാരിക്കാനുള്ളത്. നിന്റെ ചെറിയമ്മ ചോര തിളച്ച നിൽക്കുന്നു. നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ. അമ്മുവാണ്. ചെറിയമ്മ പറഞ്ഞോളൂ. നീ ആരാണെന്നാണ് നിന്റെ വിചാരം?